السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين. صدق الله العظيم. وقال رسول الله صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبله لا إله إلا الله. صدق رسول الله محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പവിത്രമായ ബുർദയുടെയും ഇൽമിന്റെയും ദുആഇന്റെയും മജ്ലിസ് ഇജാബത്തുള്ള സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ പ്രദേശത്തു നിന്നൊക്കെ വിട പറഞ്ഞ എല്ലാ മുഅ്മിനീങ്ങളും, പ്രത്യേകിച്ച് ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, താജുൽ ഉലമ, നൂറുൽ ഉലമ, ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ് യൂസുഫുൽ ജീലാനി തങ്ങൾ, ചെറിയ ഉസ്താദ്, പടനിലം ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കം എല്ലാവരുടെയും ഖബറുകളിലേക്ക് ഇതിൻ്റെ മിസ്ല് സവാബെത്തിച്ച് സന്തോഷം നൽകുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിലെ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ ഈ ഭൂമിയിൽ കോടിക്കണക്കായ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു ഏറ്റവും മഹത്വം നൽകി ആദരിച്ച വിഭാഗമാണ് മനുഷ്യരായ നമ്മൾ. മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല സംവിധാനിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യനാവുന്ന നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതു പ്രകാരം നല്ല മനുഷ്യനായി മറ്റുള്ള മുഴുവൻ ജീവജാലങ്ങളോടും വസ്തുക്കളോടും പ്രകൃതിയോടും വളരെ നല്ല സ്വഭാവത്തോടെ ജീവിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടത് അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ച് അല്ലമന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശരീരം വൃത്തിയാക്കുന്ന വിഷയം പോലും, ആ സമൂഹത്തിന് പരിചയമില്ലാത്ത വിഷയം അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു മുഅ്മിനായ മനുഷ്യൻ അടുക്കുമ്പോഴാണ് ആ മനുഷ്യൻ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഫത്ഹുൽ മുഈൻ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. അതിലെ ആദ്യ ഭാഗം തന്നെ നിസ്കാരത്തിന്റെ അധ്യായം പറയുന്നുണ്ട്. ആ നിസ്കാരത്തിന്റെ അധ്യായം തുടങ്ങുന്നിടത്ത് വളരെ പ്രാധാന്യത്തോടെ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, തംബീഹുൻ, എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇഅലം, ശരിക്ക് മനസ്സിലാക്കണം, അവ്വലു വാജിബിൻ അലൽ ആബാഇ, മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമുള്ളത്. എന്നിട്ട് മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, അലൽ അംരി ബിസ്വലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് മാതാപിതാക്കൾ മക്കളോട് അവർക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ നിസ്കാരത്തെ കുറിച്ച് ആലോചന നടത്തുന്ന രൂപത്തിൽ ചെറിയ ശിക്ഷകൾ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ മഖ്ദൂം തങ്ങൾ പറയാണ്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ഉമ്മ ബാപ്പമാരും മക്കളെ പഠിപ്പിക്കേണ്ട വിഷയം തഅലീമുഹു, സന്താനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് പഠിപ്പിക്കേണ്ടത്? അന്ന നബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഇസ ബിമക്ക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാട് മക്കയാണ്. വദുഫിന ബിൽ മദീന, മദീനയിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തുശ് ശരീഫ് ഉള്ളത്. അതിന്റെ ശേഷം ആ മുത്ത് നബി തങ്ങളെ ജീവിത ചരിത്രങ്ങൾ ഓരോന്നും നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാണ് അതിനെ പഠിപ്പിക്കുന്നത്? ഏതൊരു മനുഷ്യനും ഈ ഭൂമി ലോകത്ത് മുഅ്മിനായി ജീവിക്കുന്നത് നമ്മളാരും അല്ലാഹുവിനെ കണ്ടവരല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. നമ്മളാരും ഖബർ ശിക്ഷയെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് രക്ഷയും ശിക്ഷയും മനസ്സിലാക്കിയ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാരും സ്വർഗം കണ്ടിട്ടില്ല. സ്വർഗം നേരിട്ട് കണ്ടവരാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ, നിങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കണേ, നരകത്തിൽ വിശ്വസിക്കണേ. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ടൊരു മുസ്ലിമായ മനുഷ്യന്റെ ഈമാനിന്റെ അടയാളം തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാഅ ബിഹി,
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ചെറിയൊരു കിതാബുണ്ട്, കിഫായത്തുൽ അവാം. സാധാരണക്കാരായ എല്ലാ ആളുകളും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന രൂപത്തിൽ നമ്മളുടെ നാട്ടിലെ ദർസുകളിലൊക്കെ പഴയകാല ഉസ്താദുമാര് പഠിപ്പിച്ച കിതാബാണ്. ആ കിതാബിലതാ ചെറിയ ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ, മനപ്പാടമാക്കാൻ പറ്റുന്ന രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം പറയുന്നു. മൗലിദുഹു ബി മക്കത്തിൽ ആമീന വഫാതുഹു ബി ത്വയ്ബത്തിൽ മദീന وأمه آمينة الزهرية أرضعه حليمة السعدية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്, നബി തങ്ങളെ ഉമ്മയുടെ പേര്, നബി തങ്ങളെ മുലയൂട്ടിയ ഉമ്മയുടെ പേര് കഴിഞ്ഞില്ല. റസൂലുള്ളാന്റെ 20 വല്ലിപ്പമാരെ പേരവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും ചരിത്ര പുരുഷന്മാരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ, അവരുടെ രണ്ടാമത്തെ വല്ലിപ്പാന്റെ പേര് പോലും ചരിത്രത്തിൽ ഉണ്ടാവില്ല. എന്നാൽ ഹബീബായ തങ്ങളുടെ 20 വല്ലിപ്പമാര് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്വലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുംതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഐ ഗലീബ് ഫിഹ്റുൻ മാലികുൻ നളറുൻ നുഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രികാ ഇല്യാസു ثم മുളർ കുൻ മുദ്രികാ നിസാറുഹും മഅദ്ദുഹും അദ്നാനു തർതീബുഹും താബിഹി തിബിയാനു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 20 വല്ലിപ്പമാരെ പേര് മക്കളെ പഠിപ്പിക്കണോ? കഴിഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാര് ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദു വസൈനബുൻ കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയ. എന്തിനാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത്? നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴും മഗ്രിബ് നിസ്കാരം നിർവഹിച്ചുവോ? ഈ മഗ്രിബ് നിസ്കാരം എങ്ങനെയാണ് നമ്മൾ നിർവഹിച്ചത്? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങളും നിസ്കരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആരാണ് നബി തങ്ങളെന്ന് അറിയുമ്പോഴേ നമ്മളുടെ മക്കളുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനമുണ്ടാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റോൾ മോഡലായി കാണുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് റോൾ മോഡൽ വേണോ? ഇസ്ലാമിക കർമ്മശാസ്ത്രം പണ്ഡിതന്മാർ
لا حول ولا لا حول ولا لا حول ولا لا حول ولا الله أكبر الله أشهد أن لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم رب هذه الدعوة والصلاة القائمات سيدنا محمد الوسيلة والفضيلة والدرجة العالية الشريفة اللهم بعثه مقاما محمود الذي اللهم ارزقنا شفاعته يوم القيامة إنك لا تخلف بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده وهو العلي ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് അവിടെ മുഴുവനും അടിസ്ഥാനമായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്നതിനെ ഫോളോ ചെയ്യലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്ക് അറിയുമ്പോഴാണ് ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിത്വാഅതിഹി ബിഅക്റമിർ റസൂലി കുന്നാ അക്റമൽ ഉമമി. ലോകത്ത് 600 കോടി മനുഷ്യന്മാർ ഇപ്പോൾ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എത്രയോ കോടികൾ കഴിഞ്ഞുപോയി. ഈ മനുഷ്യരിൽ ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള ഇസ്സത്തുള്ളവരാരാണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളെന്ന് പറയുന്നവർക്കാണ്. കാരണം അല്ലാഹുവിലേക്ക് നമ്മളെ അല്ലാഹു ക്ഷണിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികളാണ് നമ്മൾ. മുഹമ്മദിയ സമൂഹമാണ്. ഉമ്മത്ത് മുഹമ്മദാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മാഭിമാനമില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലുടനീളം എന്ത് ചെയ്യുമ്പോഴും ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? നമ്മൾ നിസ്കരിക്കുമ്പോ എന്തേ ഖിബിലയിലേക്ക് മുന്നിടുന്നത്, കഅബയിലേക്ക് മുന്നിടുന്നത്? അല്ലാഹുവിന്റെ റസൂല് കഅബയിലേക്ക് മുന്നിടാൻ ആഗ്രഹിച്ചുവോ? അങ്ങനെയാണ് കഅബയിലേക്ക് നിസ്കാരമായത്. എന്തേ നിസ്കാരത്തിന്റെ മുമ്പ് വുളൂ ചെയ്യുമ്പോ 3 തവണ നമ്മൾ കൈ കഴുകുന്നത്? അതിനൊറ്റ മറുപടിയേയുള്ളൂ, കാന റസൂലുള്ളാഹ്. നബി തങ്ങൾ 3 തവണയാണ് അങ്ങനെ കഴുകി കാണിച്ചത്. എന്തേ പരിശുദ്ധ റമളാൻ മാസം കണ്ടാൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് നോറ്റിരുന്നു. സുഹൃത്തുക്കളെ, ഇത് നിസ്കാരത്തിലും നോമ്പിലും മാത്രം പോരാ, നമ്മളുടെ കച്ചവടങ്ങളിലും ഇടപാടുകളിലും അല്ലാഹുവിന്റെ റസൂല് കടന്നു വരാറുണ്ടോ?
ഇടപാടുകൾ നടത്തുന്നിടത്ത് നല്ല സൂക്ഷ്മതയുണ്ടാവണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്തൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി ഇല്ലാതെ ഒരാൾക്കും അങ്ങോട്ട് കാലെടുത്തു വെക്കാൻ കഴിയൂല. ഏതാണ് ചോദ്യം? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖാ. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കുന്നതാണ്. എവിടെന്നാണ് സമ്പാദിക്കുന്നത്? എന്തിനാണ് നിങ്ങളെ സമ്പത്ത് ചെലവഴിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ടതല്ലാത്ത രൂപത്തിൽ നബി തങ്ങൾ പറഞ്ഞു, പലിശ ഇടപാടുകൾക്ക് സാക്ഷി നിൽക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശ തിന്നുന്നവൻ, പലിശയുമായിട്ടുള്ള ബന്ധമുള്ള അല്ലാഹു ശപിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, സാമ്പത്തിക മേഖലയിൽ കച്ചവടം നടത്തുമ്പോ, ഇടപാട്, കടം വാങ്ങുമ്പോൾ, വായ്പ വാങ്ങുമ്പോൾ, അങ്ങനെ കൂലിക്ക് കൊടുക്കുമ്പോ, വാടകക്കെടുക്കുമ്പോ, ഇവിടെയൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. ഇരിക്കട്ടെ, അതേ പ്രകാരം ഏറ്റവും പ്രധാനമാണ് കുടുംബജീവിതം. ആ കുടുംബജീവിതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് 2000-ത്തിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയുടെ പേരാണ് സയ്യിദത്തുനാ ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആ മഹദി ജീവിച്ചത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട ജീവിതം നാടുകാരെ പഠിപ്പിക്കാനാണ്. ഓ സുഹൃത്തുക്കളെ, നിസ്കാരത്തിന് ഫർളും ഷർത്തുകളും സുന്നത്തുകളും ഉള്ളതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളുമുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെയാവണം? നബി തങ്ങൾ പറയാണ്, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമന്മാർ, അൽതഫുക്കും ബി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബങ്ങളോട് ഏറ്റവും മയമുള്ളവനാണ് നിങ്ങളിൽ ഉത്തമന്മാര്. നാട്ടിൽ വലിയ നല്ല കുപ്പായം തുന്നി നടന്നിട്ട് കാര്യമില്ല. അങ്ങാടിയിലെത്തിയാൽ നല്ല സ്വഭാവമാണ്. കച്ചവട സ്ഥാപനത്തിലെത്തിയാൽ നല്ല ബിസിനസ്സാണ്. വീട്ടിലെത്തിയാൽ നല്ല ബാപ്പയാവാനോ ഭർത്താവാനോ കഴിയാത്തവര്, അവര് നല്ല മനുഷ്യനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഉപ്പമാരും ഭർത്താക്കന്മാരുമാകണം. ആ സ്വഭാവത്തിന്റെ അടയാളം എന്താണെന്നറിയോ? നമ്മൾ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും സ്വന്തം വീട്ടിലൊന്ന് താഴോട്ടിറങ്ങണോ, ഭാര്യ മക്കളോടൊപ്പം കളിച്ചു ചിരിക്കണോ, അവരുടെ കൂടെ മണ്ണിലേക്ക് ഇറങ്ങണോ, അടുക്കളയിൽ കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം പാകം ചെയ്യുന്ന ആയിഷ ബീബിക്ക് സഹായം ചെയ്തിരുന്നു അത്രേ. മാംസം മുറിച്ചു കൊടുത്ത നബി തങ്ങളുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം തുന്നാറുണ്ട്, ചെരുപ്പ് തുന്നാറുണ്ട്, ആടിന്റെ പാല് കറന്ന് കൊണ്ടുവരാറുണ്ട്. എന്റെ സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾക്ക് നബി തങ്ങളിലേക്ക് അടുക്കണോ? നിങ്ങളെ വീട്ടിൽ ഏറ്റവും നല്ല ഭർത്താവാൻ ശ്രമിക്കണേ. ഏറ്റവും നല്ല വാപ്പയും വല്ലിപ്പയുമാകണം. അലിയാരുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളത്തേക്ക് അൽ ഹസനു വൽ ഹുസൈൻ, 2 പേരമക്കളും ഓടിച്ചെന്ന് നബി തങ്ങളെ ചുമലിലേക്ക് കയറിയിരുന്നു.
ലോകത്തിന്റെ നേതാവിന്റെ ചുമരിലാ കയറുന്നത്, ചോദ്യങ്ങളില്ല. ആ രണ്ട് കുഞ്ഞുമക്കളെയും തോളത്ത് വെച്ചുകൊണ്ട് മണലിലേക്ക് രണ്ട് കൈകളും കുത്തിയിട്ട് രണ്ട് മുട്ടുംകാലും ഇങ്ങനെ വെച്ചിട്ട് നബി തങ്ങൾ മണലിലൂടെ ഇങ്ങനെ എഴിഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് മക്കളോട് പറയാണ്, മക്കളെ നിഅമൽ ജമലു ജമലുകുമാ, നിങ്ങളുടെ ഒട്ടകം നല്ല ഒട്ടകമാണ്. നബിതങ്ങൾ ഒട്ടകത്തെ പോലെ മക്കളുടെ കൂടെ ഇഴഞ്ഞ് നടന്ന നേതാവിന്റെ ആളുകളാണോ? ചെറിയ മക്കളോട് കാരുണ്യമുണ്ടാവണം, അവരുടെ കളിയിൽ പങ്കുചേരണം. അവര് കളിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ നമ്മളും സംസാരിക്കണോ? അവര് മണ്ണ് കൊണ്ട് പുട്ടുചുടുമ്പോൾ നമ്മളും ചുട്ടുകൊടുക്കണോ? അവരോടൊപ്പം ഒന്ന് താഴോട്ടിറങ്ങുന്ന ബാപ്പമാരാണ് നല്ല ബാപ്പമാര്. പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് വീഡിയോ കാണാനുള്ള പ്രചോദനം കൊടുക്കലല്ല. നമ്മളും മക്കളും ഭാര്യയും ഉമ്മയും ബാപ്പയും കൂട്ടമായിരുന്നിട്ട് വർത്തമാനം പറയുന്ന, കളിച്ച് ചിരിക്കുന്ന വല്ലാത്തൊരു കുടുംബമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാവാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അലി നീയും ഫാത്തിമയും ഒപ്പം നിസ്കരിക്കണേ. ഭർത്താവ് ഇമാമായി നിന്നിട്ട് ഭാര്യ മഅ്മൂമായി നിസ്കരിക്കണോ? ജമാഅത്തിന് പള്ളിയിൽ പോകുന്നവര് സുന്നത്തെങ്കിലും ഭാര്യമാരെ കൂടെ നിസ്കരിക്കണോ? എന്നിട്ട് രണ്ടുപേരും ഒപ്പം ഖുർആൻ ഓതണോ? രണ്ടുപേരും ഒപ്പം ദിക്റ് ചൊല്ലണം. രണ്ടുപേരും ഒപ്പം ഭക്ഷണം കഴിക്കണോ? അല്ലാഹുവിന്റെ റസൂല് സമൂഹത്തെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല സ്വർഗീയമായ കുടുംബമായിട്ട് മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതേപോലെ സ്ത്രീകളെ നല്ല ഭാര്യമാരാവാൻ മദീനയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒന്നാമത്തെ ഉമ്മ ഖദീജ ഉമ്മയാണ്. അതേ ആയിഷ ഉമ്മയാണ്. ഈ ഉമ്മമാരെ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഒരു നല്ല ഭാര്യ ഒരു വീടിന്റെ ഏറ്റവും വലിയ കാതലാണ്. ഒരു നല്ല കുടുംബത്തിന്റെ കാതൽ ഒരു നല്ല ഒരു പെണ്ണാണ്. വീടിന്റെ അകത്തുള്ള നല്ല സ്വഭാവമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല സൗന്ദര്യബോധമുള്ള പെണ്ണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വീട്ടിലുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ വീട് ദുനിയാവിലെ സ്വർഗമാണ്. ഭർത്താവിനെ സ്നേഹിക്കാൻ അറിയുന്ന, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുന്ന, മക്കളെ തലോടാൻ അറിയുന്ന വീട് ഏറ്റവും നല്ല സന്തോഷമുള്ള വീടായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ പ്രത്യേകമായ പദവി ലഭിച്ചിട്ടുണ്ട്. അതാരാണ്? സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ. സ്വന്തം ഭർത്താവായ നബി തങ്ങൾക്ക് ഏറ്റവും നല്ല രുചിയം ബീബിയാണ്. 4 ഫാത്തിമ മോളാണ്. ഈ 4-ൽ ഏറ്റവും ഒന്നാം സ്ഥാനമാർക്കെന്ന ചർച്ചയിൽ പണ്ഡിതന്മാര് പറയാണ്, ഇവരിൽ അല്ലാഹുവിന്റെ സലാം ലഭിച്ച ഒരാൾ മാത്രമേയുള്ളൂ. അത് ഖദീജ ഉമ്മയാണ്. എന്തേ ഖദീജ ഉമ്മക്ക് സലാം ലഭിച്ചതിന്റെ കാരണോ? ഭർത്താവിനെ സ്നേഹിച്ചു, സേവിച്ചു, ഭർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരു സ്ത്രീ അങ്ങ് മരിച്ചു. മാത്തത്ത് ഇംറഅത്തുൻ, ഒരു പെണ്ണു മരിച്ചുപോയി. വസൗജുഹാ,
റാളിൻ അൻഹാ. ആ പെണ്ണിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ സന്തോഷം, എന്റെ ഭാര്യ എന്തൊരു നല്ല ഭാര്യയായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു, സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അണപൊട്ടി. അങ്ങനെ കണ്ണുനീരോടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന ഒരു ഭർത്താവുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പെണ്ണ് സ്വർഗത്തിലാണ്. പുതിയ കാലത്തെ യുവാക്കള് കല്യാണം കഴിഞ്ഞ് ഹണിമൂണും കൊടിഞ്ഞൊരൽപ്പം കഴിയുമ്പോഴേക്ക് പരസ്പരം പ്രശ്നങ്ങളായി, പരസ്പരം ഭിന്നിപ്പുകളായി, കലാപങ്ങളായി. എന്തേ? അവരുടെ റോൾ മോഡല് ഏതെങ്കിലും യൂട്യൂബ് ചാനലിലേക്കാ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്ന ചെറിയ റീലുകളിലേക്കാണ് അവർ അഭയം തേടുന്നത്. റീലുകളിലേക്കല്ല പോവേണ്ടത്, റിയൽ ലൈഫുകളായ ഖദീജ ഉമ്മയുടെ ജീവിതം പഠിച്ചോ മോളെ, ആയിഷ ബീബിയുടെ ചരിത്രം വായിച്ചോ, അതേ ഫാത്തിമ മോളുടെ ചരിത്രം പഠിച്ചു നോക്കൂ. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് മദീനയിലേക്ക് മടങ്ങണം. കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് മാളത്തിലേക്ക് മടങ്ങലപ്പോഴാണ് അതിനാവശ്യമുള്ള ഭക്ഷണം വേണ്ടി വരുമ്പോ, അപകടമുണ്ടാകുമ്പോ മാളത്തിലേക്ക് പാമ്പ് മടങ്ങുന്നത് പോലെ മദീനയിലേക്ക് നിങ്ങളെ മനസ്സ് മടങ്ങുന്നുണ്ടോ? മദീനയിൽ കിടക്കുന്ന നേതാവ് ഒരു ചെറിയ നേതാവല്ല കേട്ടോ. സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഓ സ്വഹാബ, ഇന്നി ലവദിത്തു ലൗ റഅയ്തു ഇഖ്വാനി. എനിക്കെന്റെ സഹോദരന്മാരെ കാണാൻ കൊതിയാവുന്നു സ്വഹാബ. സ്വഹാബത്തിന്റെ ചോദ്യം, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളിവിടെ അങ്ങയുടെ സഹോദരന്മാര് ഞങ്ങളിവിടെ ഇല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബൽ അൻതും അസ്ഹാബി, നിങ്ങളെന്റെ സ്വഹാബിമാരാണ്. എന്റെ ഇഖ്വാനുകൾ നിങ്ങൾക്ക് ശേഷം വരുന്നൊരു സമൂഹമുണ്ട്, അവര് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, അവരെന്നെ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. പക്ഷേ എന്നോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. മുഅ്മിനീകളെ, നമ്മുടെ നാട്ടിലെ പൂർവീകരായ ആളുകൾ നമ്മൾക്ക് കൈമാറി തന്ന ഏറ്റവും വലിയ വാല്യൂ, ക്വാളിറ്റി എന്താണെന്നറിയോ? മഹബ്ബത്തു റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയുമ്പോ, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് മുത്തി നബി തങ്ങളെ പേര് പറഞ്ഞാൽ 500 ആളുകളുള്ള പള്ളിയാണെങ്കിൽ 450 ആളുകളും സ്വലാത്ത് ചൊല്ലുന്ന ഒരു സംസ്കാരം, അത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് കേട്ടോ. അത് നമ്മുടെ പൂർവീകരായ ഉപ്പ ഉമ്മമാർ ഉസ്താദുമാര് കഠിനാധ്വാനം ചെയ്ത് വളർത്തിയതാണ്. എങ്ങനെയെന്നറിയോ? ചെറിയ കുട്ടികളെ തൊട്ടിലിൽ ആട്ടുമ്പോൾ തന്നെ എന്താണ് ചൊല്ലിക്കൊടുക്കുന്നത്? അന്ത തത്ലൂ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി.
എന്തൊരു മനോഹരമായ വരികളാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ മദീനക്കാരായ അൻസ്വാറുകളായ മുസ്അബ് ബിൻ ഉമൈർ തങ്ങളെ നേതൃത്വത്തിലുള്ള മദീനയിലെ പാവപ്പെട്ട മനുഷ്യന്മാര് നബി തങ്ങളെ കണ്ട ഉടനെ തന്നെ ചെറിയ കുട്ടികളെ ദഫ് മുട്ടിയിട്ട് നബി തങ്ങളെ മുഖത്ത് നോക്കി പാടിയ പാട്ടേതാന്നറിയോ? 1500 കൊല്ലം കഴിഞ്ഞിട്ടും ആ മൗലിദിന്റെ വരികൾക്ക് മധുരം പോലും കുറഞ്ഞിട്ടില്ല. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളാകുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുത്തുനബി അനസ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? ഞാനൊരു ദിവസം നല്ല നിലാവുള്ള രാത്രിയിൽ, ഞാനിങ്ങനെ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനങ്ങനെ നോക്കി, എന്തൊരു പ്രകാശം. എന്നിട്ട് ഹബീബായ തങ്ങളെ മുഖത്തേക്കൊന്നു നോക്കി, ചന്ദ്രനേക്കാൾ പ്രകാശം തങ്ങളെ മുഖത്തിനുണ്ടായിരുന്നു. അതാണ് മദീനക്കാര് പാടിയത് ത്വലഅൽ ബദ്റു അലൈനാ. ഇതേ വരികളുടെ മറ്റൊരു ശൈലിയാണ് മങ്കൂസ് മൗലിദിലെ മഹാന്മാരെഴുതി വച്ചത്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ. നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രനെ പോലെ ഞങ്ങളിലേക്ക് കുതിച്ചു വന്ന നബിയെ, അങ്ങ് ഞങ്ങൾക്ക് അഭയമാണ്. അടുത്ത വരി കണ്ടോ? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്റെ ഉമ്മ ബാപ്പമാരെക്കാൾ മുത്ത് നബി തങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഉമ്മയും ബാപ്പയും സ്നേഹമുണ്ടാകും ഏതുവരെ? മരിക്കുന്നത് വരെ. അല്ലാതെ നമ്മളെ ഖബറിലേക്ക് ഉമ്മ ബാപ്പമാര് വരൂല. എത്ര സ്നേഹമുള്ള വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും മകന്റെ മയ്യത്ത് ഖബറിലിറക്കുമ്പം പൊട്ടിക്കരയും. എന്തേ ബാപ്പ കരയുന്നത്? ബാപ്പ പറയുന്നത്, എനിക്കിനി ആരാണുള്ളതടോ? മയ്യത്ത് കൊണ്ടുപോകുമ്പോ വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയാ വഫീഹിന്ന ഉമ്മി ശഖീഖി വഇത്റതി. എന്റെ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കയറ്റിയിട്ട് നടക്കുമ്പോ എന്റെ ഉമ്മ കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്, പെങ്ങള് കരയുന്നുണ്ട്, പെൺമക്കള് കരയുന്നുണ്ട്. എന്തേ നിങ്ങൾ കരയുന്നത്? ഞങ്ങൾക്കിനി ആരുണ്ടെന്നാണ് അവരെ ചോദ്യം. എന്റെ ഖബറിലേക്ക് അവരാരും വരൂല. എന്നാൽ മുഅ്മിനീകളെ, നമ്മളെ ഖബറിലേക്ക് വരുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ അറിഞ്ഞവരുണ്ടോ? റസൂലുള്ളാഹിനെ പഠിച്ചവരുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയവരുണ്ടോ? മദീന കാണാൻ കൊതിച്ചവരുണ്ടോ? മദീനയിൽ പോയിട്ട് മൺമറഞ്ഞൊരു ചെറിയ ചെറുപ്പക്കാരന്റെ കഥ ഇന്ന് പത്രമെഴുതിയത് കണ്ടില്ലേ? എന്റെ അടുത്ത നാട്ടുകാരനാണ്. അംഗവൈകല്യം
വൈകല്യമുള്ള കുഞ്ഞുമോനാണ്. മദീനയിലെത്തിയിട്ട് റൗളയുടെ സമീപത്ത് പോയി നബി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് വല്യമ്മമാരെ കൂടെ പോയതാണ്. രാത്രി 3 മണിയാകുമ്പം വുളൂവെടുത്ത് വന്നിട്ട് ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു ഉമ്മാ, എനിക്ക് മദീനയിൽ നിന്ന് പോരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മദീനയിലെ ജന്നത്തുൽ ബഖീൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ചൊരു ചെറുപ്പക്കാരൻ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തയല്ലേ സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവർക്ക് മദീന സ്വർഗമാണ്. നബി തങ്ങളെ അറിഞ്ഞവർക്ക് മദീന ആനന്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഇങ്ങനെ ബന്ധപ്പെടുന്നവർക്ക് ഖബറിലതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. മലക്കുകളുടെ ചോദ്യം ഹൽ തഅരിഫു ഹാദാ, ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ മോനെ? എന്റെ ചെറുപ്പക്കാരെ, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങളെ മൊബൈൽ ഫോണിലെ സ്പോട്ടിഫൈ ആപ്പ് ഓൺ ചെയ്തുകൊണ്ട് ഹിന്ദി സിനിമാ പാട്ടുകൾ കേട്ടുറങ്ങുന്ന എത്ര കൂട്ടുകാരുണ്ട്? ഇവിടെ ബുറുദയുടെ മജ്‌ലിസ് നടക്കാൻ പോവാണ്. നിങ്ങളുടെ സ്പോട്ടിഫൈ ആപ്പിൽ ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ബുറുദയുണ്ട്, തങ്ങളെ കുറിച്ചുള്ള നല്ല പാട്ടുകളുണ്ട്. അശ്ലീലങ്ങൾ കേട്ട കാതുകളിൽ നബി തങ്ങളുടെ ശബ്ദം വരൂല. അശ്ലീലങ്ങൾ കണ്ട കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ തിരിച്ചറിയൂല. നിങ്ങളെ മൊബൈൽ ഫോൺ കൊണ്ട് അശ്ലീല വീഡിയോ കണ്ട് നിങ്ങളെ കണ്ണ് കറുത്തുപോയാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ കഴിയൂല. വലിയ സമ്പന്നനായ ബിസിനസ്സുകാരൻ, അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾ കറങ്ങിയ ആളാണ്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. ചോദിച്ചു മദീനയിൽ പോയിട്ടുണ്ടോ? അദ്ദേഹം പറയാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല, പണം ഉള്ളത് കൊണ്ട് മദീനയിലെത്തൂല. മദീനയിലെത്തണമെങ്കിൽ നബി തങ്ങളിലേക്ക് അടുപ്പമുണ്ടാവണം. ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു ബുറുദയുടെ 1-ാമത്തെ വരിയിൽ ചോദിച്ചല്ലോ, അമിൻ തദക്കുരി ജീറാനിം ബിദി സലമീ മസജിത്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമീ. ഹബീബായ തങ്ങൾ കാൽപാദങ്ങളുമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ 53 വയസ്സുള്ള മുത്തുനബി തങ്ങളെ 51 വയസ്സുള്ള സിദ്ദീഖ് തങ്ങൾ തോളത്തിട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ മുന്നിലും പിന്നിലും നടന്നിട്ടുണ്ട്. നബി തങ്ങൾ നല്ല ചൂടുള്ള സമയത്ത് നബി തങ്ങൾക്ക് തണല് കൊടുത്ത വൃക്ഷത്തിന്റെ പേരാണ് സലമ വൃക്ഷം. ആ വൃക്ഷത്തിന് നബി തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മദീനയിലേക്ക് നബി തങ്ങൾ വരുമ്പോൾ കയറിയ ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വാ. ആ ഒട്ടകം നബി തങ്ങൾ വഫാത്തായതിന്റെ ശേഷം 2 മാസം ഭക്ഷണം കഴിച്ചിട്ടില്ല. മഹബ്ബത്തിന് മനുഷ്യനിൽ നിന്നും മൃഗങ്ങളിലേക്ക് പ്രവഹിക്കുന്നതാണ് മഹബ്ബത്ത്. മരങ്ങൾക്ക് പോലും മഹബ്ബത്തുണ്ടെന്നാണ് മഹാന്മാര് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അടുത്തവരാരും നഷ്ടപ്പെട്ടു പോയവരല്ല. ബുസുരി ഇമാം ബുർദയിലെ മദ്ഹ് തുടങ്ങുന്ന വാചകം എന്താണെന്നറിയോ? ലലം തൂ സുന്നത മൻ അഹിയല്ലാലാമ ഇലാ
അനിഷ്തഖത് ഖദമാ ഹുല്ലുറ മിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രിയിൽ ഒരുപാട് സമയം നിസ്കരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ കാലിന് നീര് വന്നുപോയി. ഉസ്രീമാം പറയാണ് ആ ഹബീബായ തങ്ങളോട്, ആ തങ്ങള് നിസ്കരിച്ചതുപോലെ 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ആവുന്ന ആളുടെ പേരാണ് ഗൗസുൽ ആലം മുഹയ്യലീകളും ഓരോ ലീകളും ഓരോ നബിവാശി ഞാനീ പാവാ കാൽവാശിയെന്നോവർ. ഗൗസുൽ ആലം വലിയ സ്ഥാനത്തെത്തിയ മഹാനാണ്. ഇവിടെ അവരുടെ ആണ്ടല്ലേ നടക്കുന്നത്, ലോകത്ത് മുഴുവനും നടക്കാണ്. വഫാത്തായിട്ട് 1000 വർഷം കഴിഞ്ഞല്ലോ സുഹൃത്തുക്കളെ. 1000 കൊല്ലം കഴിഞ്ഞിട്ടും ഓർക്കുന്നതിന് നമ്മളാരും ഗൗസുൽ ആലമിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ 5 തലമുറ കണ്ടിട്ടില്ല. പക്ഷേ എന്തൊരു പരിചയമാണ് ഗൗസുൽ ആലമിനോട്. ഇവിടെ എത്ര ഉറൂസുകളാ നടക്കുന്നത്. പാറാൾ നേർച്ച ഇതിന്റെ തൊട്ടടുത്തല്ലേ നടക്കാറുള്ളത്. എത്ര മനുഷ്യന്മാരാണ് 400-200 വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് ഒരു സാത്വികനായ പണ്ഡിതൻ വന്നിട്ട് ആളുകൾക്ക് പ്രയാസം പറഞ്ഞപ്പോ, നിങ്ങൾ ഇവിടെ ഗൗസുൽ ആലമിന്റെ നേർച്ച, ഗൗസുൽ ആലമിന്റെ പവർ എന്താണെന്നറിയോ? മുത്ത് നബി തങ്ങളുടെ നേരിട്ടുള്ള ബന്ധമാണ്, അവിടത്തെ കുടുംബമാണ്, അവിടത്തെ ആത്മീയ ബന്ധമാണ്. എല്ലാ ചൊവ്വാഴ്ചയും ബഗ്ദാദിൽ നല്ല വാള് പറയും. ഒരു ദിവസം വാളിന്റെ സദസ്സ് നിറയെ പാതിരിമാര് വന്നിരിക്കുന്നു. പെട്ടെന്ന് ഗൗസുൽ ആലമിന് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. വേദം വിളങ്ങി ഫറവാൻ മടിച്ചാരെ വേദാംബർവായിൽ തുഫീ കൊടുത്തോവർ. ഗൗസുൽ ആലം അതാ പ്രഭാഷണം നടത്തുന്നതിനിടയിൽ പെട്ടെന്ന് സ്റ്റെക്കായി പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് അവിടുത്തെ ബറക്കത്തായ ഉമിനീര് പുരട്ടി കൊടുത്തു. ഒരു പ്രസംഗത്തിൽ തന്നെ 100 കണക്കി. ഇങ്ങനെ വലിയ സ്ഥാനത്തെത്തിയ മഹാന്മാര് മുഴുവനും അവരുടെ അടിത്തറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുതിയ കാലത്തെ വെല്ലുവിളികളെ, സന്താനങ്ങളിൽ ലഹരിയുടെ അടിമകളാകുന്നത് ഉമ്മ ബാപ്പമാരെ വെല്ലുവിളിയാണ്. പെൺമക്കളുടെ അശ്ലീലമായ ദുസ്വഭാവങ്ങൾ വെല്ലുവിളിയാണ്. അതിനുള്ള വലിയ പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ കൂട്ടമായിരുന്നൊന്ന് പാരായണം ചെയ്തോളൂ. പൊന്നാണിയിലെ സാധാരണക്കാര് പോയിട്ട് പൊന്നാണിയിലെ വലിയ അലിമീങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ വീട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് മാരകമായ രോഗം വന്ന് പ്രയാസമാണ്, ഒരു പരിഹാരമുണ്ടാവണം. അവര് പറഞ്ഞു, പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ മുഹമ്മദ് നബി തങ്ങളെ മൗലിദ് ഓതിയാൽ മതി. അതിലെല്ലാം ഉണ്ട്. അതിൽ റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന ഖുർആൻ വചനങ്ങളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രമുണ്ട്. അതിൽ സ്വലാത്തുണ്ട്. അതിൽ ദുആ ഉണ്ട്. നബി തങ്ങളോട് ശഫാഅത്ത് ചോദിക്കലുണ്ട്. അത് നിങ്ങൾ ഓതിക്കോളൂ എന്ന്
എന്ന് പറഞ്ഞപ്പോൾ അവരുണ്ടാക്കി കൊടുത്തതാണ് മങ്കൂസ് മൗലിദ്. അതുകൊണ്ട് പ്രതിസന്ധികൾ രൂക്ഷമായ ഇന്നത്തെ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരൽപ്പം മൗലിദോദാൻ സമയം കണ്ടുവെക്കണേ. നമ്മളെ കുട്ടികളിലൊക്കെ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കണേ. അവരുടെ വസ്ത്രത്തിലും അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും എന്തേ നമ്മൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുകൂടാ? സ്കൂളിലും മദ്രസയിലും എവിടെ പഠിക്കുമ്പോഴും അല്ലാഹു ഏകനാവണം. മദ്രസയിൽ പോകുമ്പോൾ ഉള്ള അല്ലാഹു തന്നെയാണ് സ്കൂളിലും ഉണ്ടാവേണ്ടത്. അങ്ങനെ സ്കൂളിൽ പറയാൻ പറ്റാത്തൊരല്ലാഹുവിനെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു വലിയ കാരുണ്യവാനാണ്. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം വെള്ളം കൊടുക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് സ്കൂളിലെത്തിയാൽ അല്ലാഹനെ ഒഴിവാക്കിയിട്ട് മദ്രസയിൽ ഇടുന്ന തട്ടം സ്കൂളിൽ പോയാൽ അഴിച്ചു കൊടുത്തിട്ട് കുമ്പിട്ട് കൊടുക്കേണ്ട ആളുകളല്ല നമ്മള്. മുസ്ലിമീങ്ങളെ, നമ്മൾ താമസിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യ രാജ്യം മതേതര രാജ്യമാണ്. ഈ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും അവരുടെ മതജീവിതം നയിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ എന്ത് പഠിപ്പിക്കുമ്പോഴും നമ്മളുടെ മതചിഹ്നങ്ങളെ ആദരിച്ചുകൊണ്ടുള്ള പഠനത്തിനാണ് വഴി കാണിക്കേണ്ടത്. നമ്മളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നിടത്ത് നിവർന്നു നിന്നുകൊണ്ട് ചോദിക്കാനുള്ള തന്റെ ഇടമുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ഇസ്സത്ത് പ്രകടമാകുന്നത്. അതേസമയം സ്കൂളിൽ ഒരു +1 സയൻസിന്റെ സീറ്റ് കിട്ടാൻ വേണ്ടി തട്ടമഴിക്കണമെന്ന് ഏതെങ്കിലും മാനേജ്മെന്റ് പറയുമ്പോഴേക്ക് തട്ടവും കുപ്പായവും പാവാടയും അയച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളുടെ രക്ഷിതാക്കൾ നശിച്ചുകൂടാ. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, A.R. റഹ്മാൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ കലാരംഗത്തെ വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? അവരുടെ മകളുണ്ട്, വലിയ വലിയ ലോകത്ത് കോടിക്കണക്കിന് പണം വാങ്ങുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഹിജാബ് ധരിക്കാതെ ഒരു വേദിയിലും പോകൂല. ആ പെൺകുട്ടി പറഞ്ഞത് ഇതെന്റെ റൈറ്റാണ്, എന്റെ അവകാശമാണ്. ഇസ്ലാമിലേക്ക് ഇന്നലെ കടന്നു വന്ന് മരിച്ചുപോയ കമലാ സുരയ്യ, ആ കമലാ സുരയ്യയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന്? കമലാ സുരയ്യ പറയുന്നുണ്ട്, എന്തൊരു ഭംഗിയുള്ള വസ്ത്രമാണ് ഹിജാബ്. എന്റെ തലയിലെ തട്ടം ഞാൻ ഇട്ടപ്പോഴാണ് മുടിക്ക് ഭംഗി കൂടിയത്. ഞാൻ ഹിജാബ് ധരിച്ച് ഫ്രാൻസിലും അമേരിക്കയിലും പോയപ്പോ എന്നെ നേരത്തെ പലരും ബന്ധപ്പെടാത്തവർ എന്റെ അടുത്ത് വന്ന് എന്നോട് ഇഷ്ടം കാണിച്ചിട്ടുണ്ട്. ഇത് വെരി ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളോട് സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് അഴിച്ചു വെക്കാനുള്ളതല്ല ശിരോവസ്ത്രോ, അതിനൊരു ബഹുമാനമുണ്ടാവണോ. അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് ഉന്നത സ്ഥാനത്തെത്തിയ മുസ്ലിം പെൺകുട്ടികൾ ലക്ഷങ്ങളാണ് നമ്മുടെ നാട്ടില്. അതുകൊണ്ട് ഏതെങ്കിലും മാനേജ്മെന്റുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഭയപ്പെട്ടുകൊണ്ട് കുമ്പിട്ട് കൊടുക്കല്ല. ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുന്നു. ആ സമയത്തും ആ മക്കള് വിളിച്ചു പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എനിക്കെന്റെ അല്ലാഹു ഉണ്ട്, എന്റെ റബ്ബുണ്ടെന്നുള്ള ബോധമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഉമ്മ ബാപ്പമാരുടെ മുകളിലേക്ക് വീട് തകർന്നിട്ട് കൂമ്പാരമായി കിടക്കുന്ന വീട്ടുമുറ്റത്ത് നിന്ന് പുഞ്ചിരിക്കുന്ന ഫലസ്തീൻ ബാലനോട് മാധ്യമങ്ങളുടെ ചോദ്യം, മോനെ എങ്ങനെയാ ചിരിക്കാൻ കഴിയുന്നത്? ആ മകന്റെ മറുപടി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
എന്റെ റബ്ബനിക്കു മതി എന്നുള്ള ബോധമാണ്. എത്ര തകർന്ന് തരിപ്പിണമായാലും മുസ്ലിമേ, നമുക്കൊരു റബ്ബുണ്ടെന്നുള്ള ബോധം നമ്മളെ അഭിമാനമാണ്. നമുക്കൊരു റോൾ മോഡലുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് പോവാൻ കഴിയണം. അല്ലാഹുവിനെയും ഇഷ്ടം വെക്കണോ? അല്ലാഹു തആല പറഞ്ഞില്ലേ, വമൻ അഹബ്ബ ലിഖാഇ, ആരെങ്കിലും എന്നെ കാണണമെന്ന് ഇഷ്ടം വെച്ചാൽ, അല്ലാഹുവിനെ കാണലപ്പോഴാണ് മരണത്തിന്റെ ശേഷമാണ്. അഥവാ മരിക്കണമെന്ന് നമ്മൾക്ക് ബോധമുണ്ടാവണം. എല്ലാ മനുഷ്യരും മരിച്ചു പോകും, ആരും ഇവിടെ അവശേഷിക്കില്ല. മരണത്തെ നമ്മൾ വെറുത്തു പോവരുത്. മരിക്കണമെന്നുള്ള ബോധമുണ്ടാവണം. പഴയ കാലത്തെ ഉപ്പമാര് 50, 60, 70 വയസ്സായാൽ പള്ളിക്കാട്ടിലേക്ക് മകന്റെ കൈ പിടിച്ചു പോയിട്ട് പള്ളിക്കാട്ട് കാണിച്ചിട്ട്, മോനെ ബാപ്പാക്ക് ഇവിടെ ഒരു കബർ വെട്ടിക്കണോ, അതിന്റെ ഇപ്പുറത്ത് ഉമ്മാക്ക് കബർ വെട്ടിക്കണം. എന്തേ? മരിക്കുമെന്നുള്ള ബോധം അവരെ കൽബിന്റെ ഉള്ളിലുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ മരണത്തോട് നമ്മൾക്ക് താല്പര്യമില്ലെങ്കിലും മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണോ? ഒരിക്കലും മരിക്കൂല എന്ന രൂപത്തിലെ ആർഭാടത്തിന്റെ ജീവിതം പാടില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ലിഖാ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തആല പറയാണ്, അഹ്ബബ്തു ലിഖാഅഹു, അവനെ ഞാനും കാണണമെന്ന് ഇഷ്ടപ്പെടും. അല്ലാഹു ഒരാളെ കാണണമെന്ന് ഇഷ്ടപ്പെട്ടാൽ അവന്റെ മരണം നല്ല മരണമാണ്. മരിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ മക്കളെയും പേരമക്കളെയും ഒക്കെ വസിയ്യത്തുകൾ നൽകിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അക്ഷരസ്ഫുടതയോടെ പറഞ്ഞിട്ടുള്ള മരണം, ഒരു 10, 20 വർഷം മുമ്പുള്ള മരണങ്ങളെ കുറിച്ച് കേൾക്കാൻ തന്നെ എന്തൊരു സന്തോഷമാണ്. മരിച്ചുപോയ വല്ലിപ്പാന്റെ കഥ അസറിന്റെ ശേഷം വല്ലിപ്പ ഇങ്ങനെ നിസ്കരിച്ചിരുന്നു. ഞങ്ങളൊക്കെ വിളിച്ചു, ഞങ്ങൾക്കൊക്കെ വസിയ്യത്ത് ചെയ്തു. ചായ ഇങ്ങനെ കുടിച്ചു, കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഉമ്മ സംസം വെള്ളമെടുത്തു കൊടുത്തു. നീണ്ട് കിബിലയിലേക്ക് മുന്നിട്ട് കടന്നിട്ട് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിച്ച കഥകൾ എത്ര നമ്മൾ കേട്ടവരാണ്. ഓ മുഅ്മിനീങ്ങളെ, എപ്പോൾ മരിക്കേണ്ടി വന്നാലും അഹ്ബബ്തു ലിഖാഅഹു, അല്ലാഹ് ഇഷ്ടപ്പെട്ട മരണമുണ്ടാവണം. വമൻ കരിഹ ലിഖാഇ, ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നില്ല, പടച്ചവനെ കാണണമെന്നുള്ള ചിന്തയില്ല, അങ്ങനത്തെ യാതൊരു സന്തോഷവുമില്ല, ദിക്റിന്റെ മജ്ലിസില്ല, നിസ്കാരത്തിന്റെ ജമാഅത്തില്ല, അങ്ങനത്തെ യാതൊന്നിനോടും താല്പര്യമില്ലെങ്കിൽ കരിഹ്തു ലിഖാഅഹു, ആ മനുഷ്യനെ ഞാനും കാണാൻ ഇഷ്ടപ്പെടൂല. അങ്ങനത്തെ മനുഷ്യന്റെ മരണം ദുരന്ത മരണങ്ങളായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ഭാഗ്യമുണ്ടാവില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതുപോലത്തെ അനുസ്മരണ സംഗമങ്ങൾ നടത്തുന്നത് നമ്മുടെ ഈമാന് ശക്തിപ്പെടാനാണ്. മുഹയ്യദ്ദീൻ ശൈഖിനോടൊന്ന് കണക്ഷൻ ഉണ്ടാകുന്നത് അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറകത്തുമെത്തുമേ.
അവരുടെ കൂടെ നിൽക്കാം. ഉഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിശ്ശഫാഅ. സ്വാലിഹീങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് അവര് മുഖേന ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമാണ്. അർഹമുർ-റഹീമായ അൽ മലികുൽ ജബ്ബാറായ ഖാലിഖും റാസിഖുമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സാരസമ്പൂർണമായ വാഴല് ഉസ്താദ് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിലേക്ക് പല വിഷയങ്ങളും പറഞ്ഞ് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഭക്ഷണത്തിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ ഭാര്യ ഗർഭിണിയാണ്, ആൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഒരു ചാക്ക് അരി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പുതുതായി തുടങ്ങിയ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഒരു ചാക്ക് അരി, ചെറിയ കുട്ടിയുടെ അസുഖങ്ങളും പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടിയും ബിസിനസ്സിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി ഒരു സഹോദരന് സംഭാവന നൽകി. ഉമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ഒരു സഹോദരൻ സംഭാവന നൽകി. ഓപ്പറേഷൻ കഴിഞ്ഞ ഉമ്മാക്ക് പൂർണ്ണ ശിഫാഇന് വേണ്ടി, അതുപോലെ രോഗശമനത്തിന് വേണ്ടി, കടം വീടാൻ, വീട് പണി പൂർത്തിയാവാൻ, ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ, സംരംഭം വിജയിക്കാൻ, അതുപോലെ മൂത്രക്കല്ലിൻ്റെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ധാരാളം വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ മജ്ലിസിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ ഭക്ഷണത്തിലേക്കൊക്കെ ഏറ്റെടുത്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. الفاتح. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار يا خالقكم رازقكم يا الله. ഈ മജ്ലിസ് ഇതിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ സഹകരിച്ചവർ, ഭക്ഷണത്തിലേക്ക്, വിഭവങ്ങളിലേക്ക്, മറ്റു വിഷയങ്ങളിലേക്ക് സഹകരിച്ചവർ, സഹായിച്ചവർ, ഇതിൻ്റെ പ്രവർത്തകന്മാർ, വിദേശത്തുള്ളവർ, ഈ പ്രയാസങ്ങൾക്കിടയിലും മജ്ലിസിൽ വന്നിരിക്കുന്നവർ, സഹോദരിമാർ, വിദൂരത്തുനിന്ന് വന്നവർ, വരാൻ കഴിയാത്തവർ, എല്ലാവർക്കും നീ വേണ്ടത് നൽകണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, അയൽവാസികൾ, കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും നീ വേണ്ടത് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ വേണ്ടത് നൽകണേ അല്ലാ റഹ്മാനെ. കടങ്ങളുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഇല്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഇണകളെ നൽകണേ അല്ലാ. വിവാഹ ജീവിതം വിവാഹം കഴിഞ്ഞവർക്ക് നല്ല സന്തോഷമുള്ള ദാമ്പത്യം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലിയുള്ളവർക്ക് നല്ല അഭിവൃദ്ധി നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, ഹജ്ജ് ഉംറ സിയാറകൾക്ക് ഉദ്ദേശിച്ചവരുണ്ട്, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ വേണ്ടപ്പെട്ടവർ, ഉമ്മ ബാപ്പമാര്, വല്ലിപ്പ വല്ലിമ്മമാര്, ഉസ്താദുമാര്, വേണ്ടപ്പെട്ടവരാരൊക്കെയുണ്ടോ, ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞവര് എല്ലാവരെ ഖബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാ.
ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പം നീ കൃപ ചൊരിയണേ അല്ലാ. ഹബീബായ തങ്ങളെ അറിയുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. മഹ്ശറിൽ ഹബീബിന്റെ ജിവാറ് നൽകണേ അല്ലാ. അവസാനം നിന്റെ ലിഖാ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. ഈ നല്ല മജ്‌ലിസ് സംഘടിപ്പിക്കാൻ പ്രയാസം സഹിച്ച പ്രവർത്തകന്മാര്, അല്ലാഹുവേ, നിന്റെ ഖളാ ആകുന്ന മഴ അതിനെ പൊരുത്തപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈ മഴ നീ ഖൈറാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബ്, ഇതുപോലത്തെ ഏത് പ്രതിസന്ധികളിലും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ എന്ന് പറയുന്ന നല്ല മുഅ്മിനീകളിൽ പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.